എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഇത് വളരെ കൃത്യമായി കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ബാങ്കുകളെ ഏതൊക്കെ തരത്തിലാണ് വിഭജിച്ചേക്കുന്നതും അതെങ്ങനെയാണ് അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കൃത്യമായ രേഖയാണ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒന്നാമത്തേത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. 4 തരം ബാങ്കാണുള്ളത്. 1. കൊമേഴ്ഷ്യൽ ബാങ്ക്. Commercial bank performs all kinds of banking business. They accept deposits from the public and repay on demand and grant short-term credit mainly to trade, commerce and industry. എല്ലാ തരം ബാങ്കിങ് ബിസിനസ്സും നടത്തുന്ന ഒരു ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്നാൽ അവർ പ്രധാനമായി ചെയ്യുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. ആളുകളുടെ അടുക്കൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, എന്നിട്ട് അത് റീപേ ചെയ്യും. അവരാവശ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്ന സമയത്തോ അവർക്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. ആൻഡ് ഗ്രാൻഡ് ഷോർട്ട് ടൈം ക്രെഡിറ്റ് മെയിൻലി ടു ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ചെറിയ ചെറിയ പൈസ അവർക്ക് ലോണായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇൻ കറണ്ട് അക്കൗണ്ട് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഓൾസോ ഗ്രാൻഡഡ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പേജിൽ അതിനെക്കുറിച്ചുണ്ട്. അങ്ങനെ കറണ്ട് അക്കൗണ്ടിൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അക്കൗണ്ടിൽ കിടക്കുന്നതിൽ കൂടുതൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കും. ഇൻ അഡീഷൻ ടു ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിംഗ് മണി, കൊമേഴ്ഷ്യൽ ബാങ്ക് റെൻഡേഴ്സ് വേരിയസ് ഏജൻസി സർവീസ് ആൻഡ് അതർ യൂട്ടിലിറ്റി സർവീസസ്. ബാങ്കിങ് ഫെസിലിറ്റി അല്ലാതെ മറ്റ് പല സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കാറുണ്ട്. അത് നമ്മൾ പഠിച്ചു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനകത്ത്. ഏതൊക്കെ ടൈപ്പ് കൊമേഴ്ഷ്യൽ ബാങ്ക്സാണ് ഉള്ളത് എന്ന് കൂടെ മനസ്സിലാക്കണം. 1. പബ്ലിക് സെക്ടർ ബാങ്ക്സ്. They are followed and managed by government. Because of this, government can emphasize on social objective besides profitability. പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡയറക്റ്റ് ഓൺ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ലാഭം മാത്രമല്ല, ലാഭമുണ്ട്, അതിൻ്റെ കൂടെ അതിനേക്കാൾ ഉപരിയായി സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. SBIയും കാനറ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും IUBയും PNB പഞ്ചാബ് നാഷണൽ ബാങ്കും ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഇനി നേരെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിലേക്ക്. ദേ ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടീസാണ് ഇത് ഓൺ ചെയ്ത് മാനേജ് ചെയ്യുന്നത്. ദേ ഓപ്പറേറ്റ് ഇൻ ലൈൻ വിത്ത് മാർക്കറ്റ് ഫോഴ്സ് ബട്ട് സബ്ജക്ട് ടു ദ റെഗുലേഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് മാർക്കറ്റിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിബന്ധനകളെ അനുകൂലിച്ചല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധ്യമാകുന്നില്ല. ആൻഡ് തേർഡ് വൺ, അതിൻ്റെ എക്സാമ്പിളാണ് ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. ഓക്കെ, അടുത്തത് ഫോറിൻ ബാങ്ക്. ബാങ്ക്സ് ഹാവ് എ പ്ലേസ് ഓഫ് ഒറിജിൻ അറ്റ് ഫോറിൻ കൺട്രി ബട്ട് ഓപ്പറേറ്റ് വിത്തിൻ ഇന്ത്യ ആർ കോൾഡ് ഫോറിൻ ബാങ്ക്. ഈ ബാങ്കുകൾക്ക് അതിൻ്റെ യഥാർത്ഥമായ ഉറവിടം അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫോറിൻ കൺട്രിയിലാണ്, എന്നാൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്ന മുഴുവനും ഇന്ത്യയിലായിരിക്കും. മുഴുവനല്ല, അതിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലും ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഫോറിൻ ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. സിറ്റി ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്സ്, ബാങ്ക് ഓഫ് അമേരിക്ക, ഇങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന കുറേ ബാങ്കുകൾ ആ രീതിയിൽ പെടുന്നതാണ്. അപ്പം ഒന്നാമത് നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് പഠിച്ചു. രണ്ടാമത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് മാനേജ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, ദാറ്റ് ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിളിൽ ഫോം ചെയ്തേക്ക് മാനേജ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. സ്വയം സഹായിക്കുക, അതുവഴി മറ്റുള്ളവരെ സഹായിക്കുക. ദീസ് ബാങ്ക്സ് കോൺസെൻട്രേറ്റ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റ്. കാർഷിക വിപ്ലവം അല്ലെങ്കിൽ കാർഷികപരമായ കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ മുൻകൂർ കൊടുക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ ആളുകളുടെ സഹായത്തിന് റൂറൽ ക്രെഡിറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. Cooperative banks are governed by the provisions of State Cooperative Society Act. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിൻ്റെ പ്രകാരമാണിത് ഭരിക്കപ്പെടുന്നത്. ആൻഡ് മെൻഡ് എസെൻഷ്യലി ഫോർ പ്രൊവൈഡിങ് ചീപ്പ് ക്രെഡിറ്റ് ടു ദെയർ മെമ്പേഴ്സ്. അതിൻ്റെ അംഗങ്ങൾക്ക് മാത്രം, വെളിയിലുള്ള എല്ലാവർക്കും അതിനകത്ത് ഇതൊന്നുമില്ല, അതിൻ്റെ അംഗങ്ങൾക്ക് മാത്രം ചെറിയ തോതിൽ
ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആകും. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് ഓൺ a three-tier basis, namely cooperative banks at a state cooperative bank at a state level, central cooperative bank at district level, primary cooperative bank at a village level. ഈ 3 ലെവലിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുമുണ്ട്. ഇതിൽ നമുക്ക് കൂടുതൽ പരിചയമുള്ളത് വില്ലേജ് ലെവലിലെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കാണ്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. ടൈപ്സ് ഓഫ് ബാങ്കിലെ മൂന്നാമത്തെ ബാങ്കാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആർ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, industrial banks, development banks, export-import banks, catering to specific needs of these unique activities. എന്ത് കാര്യത്തിന് വേണ്ടി ഫോം ചെയ്തോ ആ കാര്യത്തിന് വേണ്ടി മാത്രം. ഉദാഹരണം ആദ്യത്തെ നോക്കി, ഫോറിൻ എക്സ്ചേഞ്ച്, അതിനുവേണ്ടി മാത്രമുള്ള ബാങ്കാണ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബാങ്കാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ്, കയറ്റുമതി ഇറക്കുമതിയെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ബാങ്കാണ്. ദീസ് ബാങ്ക് പ്രൊവൈഡ് ഫിനാൻഷ്യൽസ് ടു ഇൻഡസ്ട്രീസ്, പ്രൊവൈഡ് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് എക്സെട്ര. കൃത്യമായി ആ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. ഇത് മാത്രമായി പോലും നമ്മുടെ ആളുകളുടെ അടുക്കൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് മാത്രമായിട്ട് പോലും, വേറൊന്നും ചോദിക്കാതെ സെൻട്രൽ ബാങ്ക് എന്താണ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സെൻട്രൽ ബാങ്ക് ഈസ് ദ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ എൻറ്റയർ ബാങ്ക് സിസ്റ്റം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ബാങ്കിങ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്, നോക്കി നടത്തുന്നത് ഈ അപെക്സ് ബാങ്ക് ആയ സെൻട്രൽ ബാങ്കാണ്. എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ഗവൺമെൻറ് ബാങ്ക്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി അത് ആക്ട് ചെയ്യുന്നു. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് കറൻസി ആൻഡ് ക്രെഡിറ്റ് പോളിസീസ് ഓഫ് എനി കൺട്രി. ഈ സെൻട്രൽ ബാങ്ക് ഏത് രാജ്യത്തിൻ്റെയും സ്വന്തം ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ബാങ്കായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ക്രെഡിറ്റ് പോളിസിയും കറൻസി സിസ്റ്റവും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. RBI was incorporated in 1935. A central bank does not deal directly with the public and its aim is not to earn profit. ഒരിക്കലും ജനത്തിനോട് ചേർന്ന് അവർ പ്രവർത്തിക്കത്തില്ല, ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കത്തില്ല. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബാങ്കുകളെ നിയന്ത്രിക്കലാണ് ഇവരുടെ ജോലി. ഇത് രണ്ടും മാറിയും തിരിഞ്ഞും നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. എല്ലാ രാജ്യത്തിനും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബാങ്കിൻ്റെ പേര് റിസർവ് ബാങ്ക് എന്നാണ്. അപ്പം സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാലും റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാലും ഒന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വേറെ രാജ്യത്തിന് അതിൻ്റേതായ സെൻട്രൽ ബാങ്ക് ഉണ്ട്, ഓരോ രാജ്യത്തിനും. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ആർ ആസ് ഫോളോസ്. ഇറ്റ് ഹാസ് ദ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇറ്റ് ആക്ട് ആസ് എ ബാങ്കർ, ഏജൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും ഒക്കെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. എല്ലാ ബാങ്കിനെ നിയന്ത്രിക്കുന്നവരായിട്ട് അവരെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ കസ്റ്റോഡിയൻ ഓഫ് മെമ്പർ ബാങ്ക് റിസർവ്സ്. മറ്റ് മെമ്പർ ബാങ്കുകളെല്ലാം അവരുടെ ശേഖരം സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കിലാണ്. ഇറ്റ് ഈസ് ദ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. അവസാന കൈ സഹായം ചെയ്യുന്ന എല്ലാം സെൻട്രൽ ബാങ്ക് ആയിരിക്കും. സെൻട്രൽ ബാങ്ക് ക്യാൻ ബോറോ മണി ഫ്രം ഇറ്റ് വെൻ എവർ ദേ നീഡ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാൻ ബോറോ മണി ഫ്രം ഇറ്റ് വെൻ എവർ ദേ നീഡ്. ആവശ്യമുള്ള സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇവരിൽ നിന്ന് കടം മേടിക്കാം. ഇറ്റ് ഈസ് എ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ കൺട്രി. കടം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ലോൺ കൊടുക്കുന്നൊക്കെ നിയന്ത്രിക്കുന്ന ഇവർ തന്നെ. ഇറ്റ് ഈസ് എ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി റിസർവ് ഓഫ് ദ കൺട്രി. ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. ഇറ്റ് ക്യാരീസ് ഔട്ട് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഓഫ് ദ കൺട്രി. ധനപരമായ ഏത് കാര്യങ്ങളുടെയും നിയന്ത്രണം, രൂപരേഖ ഉണ്ടാക്കുന്ന ഇവരായിരിക്കും അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, അറിവ് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഞങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.